എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേ. സ്നേഹ സൗഹൃദങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശുദ്ധരുടെ ഇടയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരാണ് സെന്റ് വാലന്റൈൻ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനും ഒരു വൈദ്യനുമൊക്കെയായിരുന്നു വിശുദ്ധ വാലന്റൈൻ. റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് രണ്ടാമൻ തന്റെ സൈന്യത്തിലെ പുരുഷന്മാർ വിവാഹിതരാകുന്നത് തടഞ്ഞിരുന്നു. ക്ലോഡിയസ് കരുതിയത് വിവാഹം കഴിഞ്ഞ സൈനികരുടെ ശക്തിയും സമർപ്പണ ബോധവും ഒക്കെ കുറഞ്ഞു പോകുമെന്ന ഒരു മിഥ്യാധാരണയിൽ നിന്നുമാണ് അദ്ദേഹം സൈനികരെ വിവാഹിതരാകുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നത്. എന്നാൽ ഒരു വൈദ്യനും പുരോഹിതനും ഒക്കെ ആയിരുന്ന സെന്റ് വാലന്റൈൻ ഈ നിരോധനം അനുസരിച്ചില്ല. മറിച്ച് രഹസ്യമായി പ്രണയിക്കുന്ന പ്രണയിതാക്കളെ വിവാഹിതരാക്കുകയായിരുന്നു. ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ തടവിലാക്കി. ജയിലിൽ കഴിയുന്ന സമയത്ത് അവിടെ ഭരിക്കുന്ന ജയിലധികാരിയുടെ അന്ധയായ മകളുമായി വാലന്റൈൻ സൗഹൃദം പങ്കിട്ടു. അവളെ അദ്ദേഹം ചികിത്സിക്കുകയും ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് അവൾക്ക് എഴുതിയൊരു കത്തിൽ നിന്റെ വാലന്റൈൻ എന്ന് ഒപ്പിട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാലന്റൈന്റെ മേലുള്ള ശിക്ഷ ഫെബ്രുവരി 14 നടപ്പാക്കി. പിന്നീട് ക്രിസ്തീയ സമൂഹത്തെ അദ്ദേഹം ഒരു വിശുദ്ധനായി അംഗീകരിച്ചു. അതോടൊപ്പം പ്രണയത്തിന്റെ പ്രതീകമായി വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങി. ഇന്ന് വാലന്റൈൻസിന്റെ സ്മരണയ്ക്കായി ഫെബ്രുവരി 14 പ്രണയദിനം ആചരിക്കപ്പെടുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെയൊക്കെ ദിനമായിട്ട് ഇത് ആഘോഷിക്കപ്പെടുകയാണ്. സ്നേഹ സൗഹൃദങ്ങളുടെ ഈ ദിനം ആചരിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്നേഹത്തെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. സ്നേഹത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു വാചകം അത് ബൈബിളിൽ പറയുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള തിരുവചനങ്ങളാണ്. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹബന്ധങ്ങളിലെ ആത്മാർത്ഥതയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുക. നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നമ്മുടെ സ്നേഹം ദീർഘക്ഷമയുള്ള സ്നേഹമാണോ നമ്മുടേത്? ദയുള്ള സ്നേഹമാണോ? അസൂയപ്പെടാത്ത സ്നേഹമാണോ? ആത്മപ്രശംസ ചെയ്യാത്ത, അഹങ്കരിക്കാത്ത സ്നേഹമാണോ നമ്മുടേതെന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ സ്നേഹം ദീർഘക്ഷമയും ദയയുള്ള സ്നേഹമാണോ? നമ്മൾ കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഡിവോഴ്സ് അറ്റ് ഫസ്റ്റ് ഫൈറ്റ്. വീണ്ടും ബൈബിൾ പറയുന്നത് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. ഇന്ന് പലപ്പോഴും ചിലപ്പോഴൊക്കെ ചില സ്നേഹബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ വരുമ്പോൾ അത് വിദ്വേഷത്തിന്റെ, പ്രണയം പ്രതികാരമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആസിഡ് ആക്രമണങ്ങളും പെട്രോൾ ഒഴിച്ച് കത്തിക്കലും കത്തിക്കുത്തലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പ്രണയം പ്രതികാരമായിട്ട് മാറുമ്പോൾ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഭാവനയ്ക്കും കാമനയ്ക്കും അനുസരിച്ച് ഒരാൾ നമ്മളെ സ്നേഹിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് പ്രാക്ടിക്കലി പോസിബിളും അല്ല. പിന്നെ ബന്ധങ്ങളിൽ ചില ഉലച്ചിലുകൾ വന്നതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകും. അവരോടൊക്കെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഡോണ്ട് ഗീവ് അപ്പ് ബട്ട് ഗ്രോ അപ്പ്. ഡോണ്ട് ഗീവ് അപ്പ് ബട്ട് ഗ്രോ അപ്പ്. ഏതൊരു ബന്ധവും തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിലായിരിക്കാം. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ അവസാനിക്കുന്നതും ഇതുപോലെ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പിന്നിലായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് സ്വന്തം തെറ്റുകളെ തിരിച്ചറിയാനും ഒന്ന് ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ അതിനെ കാണുകയും ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഒരു ബലപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്തു നോക്കി. ഈ ഒരു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ദീർഘക്ഷമയുള്ള, ദയയുള്ള, അസൂയപ്പെടാത്ത, ആത്മപ്രശംസ ചെയ്യാത്ത, അഹങ്കരിക്കാത്ത, അനുചിതമായി പെരുമാറാത്ത, സ്വാർത്ഥമന്വേഷിക്കാത്ത, കോപിക്കാത്ത, വിദ്വേഷം പുലർത്താത്ത, അനീതിയിൽ സന്തോഷിക്കാത്ത, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്ന, സകലതും സഹിക്കുന്ന, സകലതും വിശ്വസിക്കുന്ന, സകലതും പ്രത്യാശിക്കുന്ന, സകലത്തെയും അതിജീവിക്കുന്ന ഒരു സ്നേഹം നിന്നിലുണ്ടാകട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ആമീൻ.